إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 62-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ, അതിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വഹുവല്ലദി, അവൻ തന്നെയാണ്, അല്ലാഹു തന്നെയാണ്. ജഅലൽ ലൈല, അവൻ രാത്രിയെ ഉണ്ടാക്കി, വന്നഹാറ, പകലിനെയും ഉണ്ടാക്കി. ഖിൽഫത്തൻ, മാറിക്കൊണ്ടിരിക്കുന്ന ചില ദിവസങ്ങളിൽ പകൽ കൂടുതലായിരിക്കും, ചില ദിവസങ്ങളിൽ രാത്രി കൂടുതലായിരിക്കും. അങ്ങനെ പകലും രാത്രിയും മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് വലിയൊരു ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി മനുഷ്യൻ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ദൃഷ്ടാന്തമായിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. നോക്കൂ നിങ്ങൾ, ലിമൻ അറാദ അയ്യന്നക്കറ, നോക്കൂ, ലിമൻ അറാദ, ഉദ്ദേശിക്കുന്നവർക്ക്, അയ്യന്നക്കറ, ഉറ്റാലോചിക്കാൻ. നോക്കൂ നിങ്ങൾ, നിരന്തരം ഈ പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും നാം നിരന്തരം ഉറ്റാലോചിച്ചു കൊണ്ടിരിക്കണം. അഗാധമായ രൂപത്തിൽ നാം ആലോചിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ യഥാർത്ഥ സന്മാർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ. നാം വെറുതെ ഐഹികമായ ഈ ദുനിയാവിന്റെ അനർഭമായ കാര്യങ്ങളെ കുറിച്ച്, വസ്തുക്കളെ കുറിച്ചല്ല കൂടുതൽ ചിന്തിക്കേണ്ടത്, ഇത്തരം പ്രപഞ്ച രഹസ്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നുള്ള ഒരു കൃത്യമായ സൂചനയാണ് ഈ ആയത്തിൽ നൽകുന്നതാണെന്ന് പറയുന്നത്. ഇവൻ അറാദ അയ്യന്നക്കറ, നോക്കൂ നിങ്ങൾ, ഉറ്റാലോചിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അറാദ ശുക്കൂറ, നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്. നോക്കൂ നിങ്ങൾ, ആ നന്ദിയുടെ വാക്കല്ല, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചുകൊണ്ട് അതിനെ പരിപാലിക്കുന്ന റബ്ബുൽ ആലമീൻ. നോക്കൂ നിങ്ങൾ, അവൻ നരകത്തുനിന്നും നമ്മളെ രക്ഷിക്കുകയാണ്, ഒരു സത്യവിശ്വാസികൾക്ക് രക്ഷ നൽകുകയാണ്. നോക്കൂ, വലിയ ശുക്രല്ലേ നാം ചെയ്യേണ്ടത്, വലിയ അനുഗ്രഹമല്ലേ അല്ലാഹു നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെയും നാം നന്ദി ചെയ്യേണ്ടതല്ലേ. നോക്കൂ നിങ്ങൾ, ഈ ഭൂമിയുടെ നിലനിൽപ്പിനാവശ്യമായ എല്ലാ ഗ്രഹമണ്ഡലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. പകലിലാണെങ്കിൽ സൂര്യൻ, രാത്രിയിലാണെങ്കിൽ ചന്ദ്രൻ, അത് മാത്രമല്ല നക്ഷത്രങ്ങളും അത് ദിശ നൽകുന്നതും കൂടിയാണ്. അങ്ങനെ പല കാര്യങ്ങൾ വിശദീകരിച്ച് നാം മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്, ഉറ്റാലോചിക്കേണ്ടതാണ്. നോക്കൂ, അതിനൊക്കെയും നിങ്ങൾ നന്ദി ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിലൊക്കെയും ഘടമായി ഇറങ്ങി ചിന്തിക്കണമെന്നാണ് പറയുന്നത്. ഈ രൂപത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായും മാറണമെന്നാണ് നല്ലൊരു സതുപദേശമാണ് അള്ളാഹു നൽകുന്നത്, നല്ലൊരു ഉണർത്തലാണ് അള്ളാഹു നൽകുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.